ചോദിക്കാറുണ്ട്, എന്താണ് സാർ ഇപ്പം ലൈവിലൊന്നും വരാത്തതെന്നുള്ളത്. കാരണം നമ്മൾ എത്ര ലൈവിൽ വന്നിട്ട് ഒച്ചപ്പാടും ഉണ്ടാക്കി കഴിഞ്ഞാലും അതിന് വലിയ പ്രസക്തിയൊന്നും കാണുന്നില്ല. ഇവിടുത്തെ ഭരണത്തിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയുന്നില്ല അത്. പക്ഷെ പല കാര്യങ്ങളും കണ്ടുകൊണ്ട് മടുത്തു. പിന്നെ ഇന്ന് വരാനുള്ള ഒരു പ്രത്യേക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കയറി വരികയാണ്. അത് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ആ സമയത്ത് നമ്മുടെ അടുത്തുള്ള ഒരു വിളിച്ചില്ലെങ്കിലും അത്രയും വലിയൊരു വ്യക്തിയാണെങ്കിൽ നമ്മൾ പോകാറുണ്ട്. പക്ഷെ ഇവിടുത്തെ ചില പ്രോട്ടോകോൾ, ഇപ്പോൾ ഒരു പ്രൈം മിനിസ്റ്റർ വരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അതിന് ചില പ്രോട്ടോകോൾസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, പ്രൈം മിനിസ്റ്റർ വരുന്നു എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രോട്ടോകോൾ പ്രകാരം മുഖ്യമന്ത്രി വിളിക്കണം, സ്ഥലത്തെ എംപിമാരെ വിളിക്കണം, അതുപോലെ ചില ആ നേതാക്കന്മാരെ. അത് പാർട്ടി ഭേദമന്യാണത്. ഒരു പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ പ്രധാനമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ആ സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയാണ്. പക്ഷെ നമ്മളിവിടെയൊക്കെ കാണുന്നത് എന്താ വെച്ചാൽ, പാർട്ടിക്കാർക്ക് മാത്രം ചിലപ്പം കുറച്ച് ബെനിഫിറ്റ് കൂടുതലുണ്ടായിരിക്കും. അങ്ങനെയല്ല വേണ്ടത് ഒരു ഭരണാധികാരി എന്നുള്ളത്. അത് നമ്മൾ പറഞ്ഞാലൊന്നും അവർക്ക് മനസ്സിലാവില്ല. അത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള സമയമൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്നു. അപ്പൊ ഇന്ന് കണ്ടൊരു കോപ്രായങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുഖ്യമന്ത്രി 7 ദിവസം മുന്നേ ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രശേഖർജി അത് കൃത്യമായിട്ട് പറയുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ ഒരു വാക്കിനകത്ത് എന്താണെന്ന് വെച്ചാൽ, മുഖ്യമന്ത്രിയെ വിളിച്ചാൽ മരുവനെ വിളിക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ലല്ലോ എന്ന്. ശരിയാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള ഒരു അവസരം വന്നിരിക്കുന്നത്? ഞാനൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ളതും ഒരു കമ്മ്യൂണിസം എന്നൊക്കെ പറയുന്നതിനകത്ത് വളരെയധികം ഇഷ്ടമുണ്ട്. പക്ഷെ ഇന്നത്തെ കമ്മ്യൂണിസത്തിൽ യാതൊരു ഇഷ്ടമില്ല. നേതാക്കന്മാർ മാത്രം പണക്കാരും തൊഴിലാളികളിൽ നിന്നും വല്ല ഗുണ്ടായസൊക്കെ ചെയ്തിട്ട് വേണം അവർക്ക് 4 കാശുണ്ടാക്കണമെങ്കിൽ. ആ ഗുണ്ടായസിനെ അവർ കണ്ണടയ്ക്കും. അതല്ലല്ലോ വേണ്ടത്. അവരെ മര്യാദയ്ക്ക് ജീവിച്ച് സമൂഹത്തിന് നല്ലൊരു പേരുണ്ടാക്കിയിട്ട് ജീവിക്കാൻ പറ്റുന്ന വ്യക്തികളാക്കി മാറ്റലാണ് കമ്മ്യൂണിസ്റ്റിന്റെ നേതാക്കൾ ചെയ്യേണ്ടത്. അതല്ലേ പറഞ്ഞു. EMS നമ്പൂതിരിപ്പാടിനെ പോലുള്ള, നയനാട് സാറിനെ പോലെ, അച്ചുമാമനെ പോലും, അച്ചുമാമൻ എന്നാണ് വായന വരുന്നത്, ഉമ്മൻചാണ്ടി സാറിനെ പോലെ. അല്ല, അത് പിന്നെ കോൺഗ്രസിലായിപ്പോയി. കമ്മ്യൂണിസത്തിന്റെ ആളുകളെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ നല്ല നല്ല മുഖ്യമന്ത്രിമാരെ ചിരിക്കുന്ന മുഖത്തോടുകൂടി രാഷ്ട്രീയമില്ലാതെ ജനങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ള പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് കേട്ടത് പെട്ടെന്ന് കാലത്തൊരു കൊട്ടിഘോഷങ്ങൾ, മുഖ്യമന്ത്രി വരില്ല, പങ്കെടുക്കില്ല എന്നുള്ളത്. മുഖ്യമന്ത്രി പങ്കെടുക്കില്ല എന്നുള്ളത് മാത്രമല്ല, എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മരുമോനെ എന്നുള്ള ഞാൻ പറയുന്നില്ല, പക്ഷെ അങ്ങനെ പറയാം ചിലപ്പോൾ. കാരണം എന്ന് വെച്ചെങ്കിൽ, കമ്മ്യൂണിസത്തിൽ ചില പോളിസീസൊക്കെ ഉണ്ട്. ആദ്യമായിട്ട് MLA ആവുന്ന ആള് ഒരിക്കലും മന്ത്രിയായിട്ടുള്ള ഒരു ചരിത്രം ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല. കമ്മ്യൂണിസ്റ്റുകാർക്ക് പറയാൻ സാധിക്കുമായിരിക്കും. ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? അപ്പം എന്താണ്? സ്വജനപക്ഷപാതം കാണിച്ച മുഖ്യമന്ത്രി. അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പല പ്രോട്ടോക്കോളുകളും തെറ്റിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഗവർണറുടെ അവിടെ ഒരു ഫംഗ്ഷന് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ മീറ്റിംഗിന് പോകുന്ന സമയത്ത് ഫുൾ ഫാമിലിയും പേരക്കുട്ടിയും കൊണ്ടുപോയിട്ടിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പൊ പ്രോട്ടോക്കോളിനൊന്നും അവർ വലിയ മാന്യത കൊടുക്കുന്നില്ല എന്നുള്ളത് മനസ്സിലായി. ഇതൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതല്ല. പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് വെറും 56 വണ്ടി 560 പോലീസുകാരെയും കൊണ്ട് നടക്കുന്നതല്ല പ്രോട്ടോക്കോളാണ്. പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ചില സിസ്റ്റംസ് ഉണ്ട്. അത് സിസ്റ്റത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് സെക്യൂരിറ്റി പ്രോട്ടോക്കോൾ ഉണ്ട്, ഡിപ്ലോമാറ്റിക്കൽ പ്രോട്ടോക്കോൾ ഉണ്ട്, പല കാര്യങ്ങളുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം വി ഷുഡ് നോ ഇറ്റ്. അപ്പൊ അതില്ലാതെ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് റിയാസും കൂടെ വരണം എന്നുള്ളത്. മുഹമ്മദ് റിയാസ് എന്നുള്ള എല്ലാ അവിടെ പ്രസക്തി. ഇന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ പോലെ, ചന്ദ്രശേഖർജി പറഞ്ഞതുപോലെ, മുഖ്യമന്ത്രി വിളിച്ചാൽ മരുമോനെ വിളിക്കണമെന്നുണ്ടോ? മുഖ്യമന്ത്രി വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ മന്ത്രിമാരെയും വിളിച്ച പോലെ തന്നെയാണ്. മുഖ്യമന്ത്രിക്ക് പറയാം, എനിക്ക് ഇന്ന പൊതുമരാമത്ത് മന്ത്രി വേണം. അതിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണെന്നുള്ളത്. അല്ലെങ്കിൽ ഇപ്പൊ P. രാജീവിനെ കൊണ്ടുപോകണമെന്ന് പറയാം, രാജേഷിനെ കൊണ്ടുപോകണമെന്ന് പറയാം, ആരെ വേണമെങ്കിലും. അതിനകത്ത് എന്താണ് ഇത്? പ്രധാനമന്ത്രി വരുന്നത് എന്തിനാണ്? കേരളത്തിന്റെ വികസനത്തിനുള്ള ക്യാപ്സ്യൂളുകൾ, കോടിക്കണക്കിന് രൂപയുടെ ക്യാപ്സ്യൂളുകൾ പ്രഖ്യാപിക്കാം, അത് ജനങ്ങൾക്ക് എത്തിക്കണം. പക്ഷെ നിങ്ങൾക്ക് വികസനത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രയാസമാണത്. ഞങ്ങൾ നെട്ടോട്ടോടിയിട്ടുണ്ട്. ഇപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഞാനതെല്ലാം തുറന്നു പറയാൻ ഇന്ന് ആഗ്രഹിക്കുന്നത് വെച്ചാൽ, കുറെ കാലമായിട്ട് ഈ ഫ്രസ്ട്രേഷൻ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വയനാട്ടില് 2 കോടിക്കുള്ള വീടുകൾ വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും, എല്ലാ മീറ്റിങ്ങുകൾ കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് സ്ഥലം തരാതെ ഇപ്പൊ സ്വന്തമായിട്ട് ഞങ്ങൾ സ്ഥലം വാങ്ങിക്കുകയാണ്.
സോറി, ഇതിപ്പോൾ നിങ്ങളുടെ അടുത്ത് റിവീൽ ചെയ്യേണ്ടി വരികയാണ്. കാരണം നിങ്ങൾ വിചാരിക്കരുത് ഞങ്ങൾ അനൗൺസ് ചെയ്ത് പോന്നിട്ട് എന്തുകൊണ്ടായില്ല എന്നുള്ളത്. ഇതിനൊക്കെ അപ്പം അതിലേക്കൊന്നും നമ്മൾ കിടക്കുന്നില്ല. ഈ പ്രോട്ടോക്കോൾ തെറ്റി എന്തുകൊണ്ടെന്ന 7 ദിവസം മുന്നേ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കിട്ടിയെങ്കിൽ ഒരു ലെറ്റർ അയച്ചില്ല, ഒരു മെയിൽ അയച്ചില്ല. യെസ്, ഐ നീഡ് 1 more മിനിസ്റ്റർ ടു എസ്കോട്ട് മീ എന്നുള്ളൊരു ലെറ്റർ അയച്ചു കഴിഞ്ഞാൽ വാട്ട് നെയിം അവർ സെക്യൂരിറ്റി ചെക്ക് ചെയ്തിട്ട് വിടും. ഇന്ന് വേറെന്തോ എൻ്റെ സുഹൃത്തും കൂടിയാണ് പി രാജീവ് മിനിസ്റ്റർ, അദ്ദേഹം പോയപ്പോൾ എന്തോ ആധാർ കാർഡ് ചെക്ക് ചോദിച്ചു എന്ന് പറഞ്ഞു. സർ, നമ്മുടെ സുഹൃത്തുക്കളാണ്. ഐ ഡോണ്ട് തിങ്ക് യു ഗോട്ട് എനി ഈഗോ പ്രോബ്ലം ഓൺ ദിസ് തിങ്. താങ്കളത് എനിക്കറിയില്ല അതിൻ്റെ ശരിയായിട്ടുള്ളത്. ആരോ എന്നോട് വിളിച്ചു പറഞ്ഞിങ്ങനെ ഉണ്ടായി എന്നുള്ളത്. പക്ഷെ അത് ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്ന സമയത്ത് ഞാൻ നാളെ CISFന്റെ ഒരു ഫംഗ്ഷനിൽ ഞാൻ പറഞ്ഞതാണ്. എയർപോർട്ടിൽ പോകുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ഇറിറ്റേഷൻ വരും, ആളുകൾ നമ്മളെ ചെക്ക് ചെയ്യുന്ന സമയത്ത്. അത് നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അത് അങ്ങനെ ഒരാളെപ്പോലും നമ്മൾ മുഖം കണ്ടിട്ട് പരിചയപ്പെട്ട് എന്നെ അറിയാത്തവരാരും ഇല്ല അവിടെ. പക്ഷെ ഫുൾ ചെക്കിങ് കഴിഞ്ഞിട്ടാണ് ഞാൻ പോകുള്ളൂ. എൻ്റെ വാച്ചും ബെൽറ്റും ഒക്കെ അഴിച്ചു വെച്ചിട്ട് കൃത്യമായിട്ട്. ദാറ്റ് ഈസ് ഡിമാൻഡിങ്, സെക്യൂരിറ്റി ഡിമാൻഡിങ് ആണത്. അപ്പൊ ഇവിടെ നടന്നപ്പോൾ എന്താണ്, ഇത്രയും വലിയ വികസനത്തിന്റെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് കോൺഗ്രസിന്റെ ഹൈബി ഈഡനടക്കം വിളിച്ചിരുന്ന MP ആണ്, അദ്ദേഹം വന്നിരുന്നല്ലോ. എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞില്ല എന്റെ പാർട്ടി പ്രസിഡന്റ് രാഹുൽ ഗാന്ധിനെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ബോയ്ക്കോട്ട് ചെയ്യാതിരുന്നു? സർ, ഇതൊക്കെ ഒരു പ്രോട്ടോക്കോളാണ്. ഇനിയെങ്കിലും മനസ്സിലാക്കും. 10 വർഷം മുഖ്യമന്ത്രി ആയിട്ടിരുന്നിട്ടുള്ളതല്ലേ. അപ്പൊ താങ്കൾ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. അതെനിക്ക് പറയണമെന്ന് തോന്നിയത് കൊണ്ടാണെന്ന് ഇപ്പൊ ഞാൻ ലൈവിൽ വന്നത്. ഇത് എന്തോ ഈ കപ്പൽ ഇങ്ങനെ ആടി വലയുന്നു പോലെ കാണുന്നുണ്ട്. ആ കപ്പിത്താനും കിടന്ന് ആടി വലയുന്നു, അതുപോലെ തന്നെ പറഞ്ഞിട്ടുള്ള വ്യക്തിയും കിടന്ന് ആടി വലയുന്നു. അതെന്താണെന്നറിയോ? കമ്മ്യൂണിസത്തിന് നിങ്ങൾ ഒരിക്കലും കമ്മ്യൂണിസമായിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടില്ല. അതിനകത്ത് ധാർഷ്ട്യവും അഹങ്കാരവും എല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് പുറത്തോട്ട് കാണിച്ചപ്പോൾ നിങ്ങളുടെ പാർട്ടിയിലുള്ള വ്യക്തികളടക്കം ഉള്ളിൻ്റെ ഉള്ളിലൂടെ വെറുത്തുപോയി. ആ വെറുപ്പാണെന്ന് ഇപ്പോൾ കാണുന്നത്. നിങ്ങൾ ചെല്ലുന്നിടത്ത് കൂവൽ വരുന്നുണ്ട്, പലരും പോകുന്ന സ്ഥലത്തെല്ലാം കൂവൽ വരുന്നുണ്ട്. അതിനെ നിങ്ങൾ എങ്ങനെ വൈറ്റ് വാഷ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും നടക്കില്ല. സർ, ഇനിയുള്ള 1 മാസം 2 മാസമാണെങ്കിലും ശരി, ചിരിച്ചു കളിച്ചിട്ട് ലെറ്റ് us all remember you. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കാതെ പ്രധാനമന്ത്രിയോടല്ല ഇതുപോലുള്ള അഹങ്കാരം കാണിക്കേണ്ടായിരുന്നു. അദ്ദേഹം വന്ന് ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ പറയും, ഓക്കെ, എന്റെ പാർട്ടിക്കാരനാണ് പ്രധാനമന്ത്രി. ഞാൻ പാർട്ടിയല്ല പറയുന്നു, പ്രധാനമന്ത്രി ആൻഡ് മുഖ്യമന്ത്രി രണ്ടും എനിക്ക് വേണ്ടപ്പെട്ടതാണ്. ഞാനെന്ന പൗരന്റെ പ്രധാനമന്ത്രി, ഞാനെന്ന പൗരന്റെ മുഖ്യമന്ത്രി. അപ്പൊ താങ്കൾ ഏത് ലെവലിലേക്ക് ആ പ്രധാനമന്ത്രിക്ക് കൊടുക്കേണ്ട റെസ്പെക്ട് ഉണ്ട്. പ്രധാനമന്ത്രിയുടെ പ്രോട്ടോകോൾ വൈസ് അവര് താങ്കളെ ക്ഷണിച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങനെ മുഖം തിരിഞ്ഞിരിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. പോയിട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഈ വികസനത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്കൊന്നും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. കാരണം ഇഷ്ടംപോലെ വികസനങ്ങൾ നടക്കുന്നുണ്ട്. അതിനെ എല്ലാം കൂടെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി നടക്കുന്ന കുറേ ആളുകളുണ്ട് ഇവിടെ. പക്ഷെ അവിടെ എല്ലാം ജനങ്ങൾക്ക് മനസ്സിലായി ഇന്ന് ഇന്ത്യയിൽ എന്ത് നടക്കുന്നു, എന്താണ് നമ്മുടെ പ്രോസ്പെരിറ്റി എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, എന്താണ് വികസനങ്ങൾ എന്നുള്ളത്. ഇപ്പം ഞാൻ ഒരു സ്ഥലത്ത് സ്ഥാനാർത്ഥിയായിട്ട് ഏകദേശം പ്രഖ്യാപിച്ച പോലെ നിൽക്കുന്നുണ്ട് BJPയുടെ. ഞാൻ അവിടേക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞു സുരേഷ് ഗോപിയോട് പറഞ്ഞ സമയത്ത് സുരേഷ് ഗോപി ഇമ്മീഡിയറ്റ്ലി ആ കാര്യം എനിക്ക് ചെയ്തു. അതാണ് ഇന്ന് ചെയ്തിരിക്കുന്ന പാലക്കാട് നിന്ന് പൊള്ളാച്ചി വരെയുള്ള മെമു ട്രെയിനിന്റെ. ഞാൻ പറഞ്ഞ് എന്തുകൊണ്ടത് ഒറ്റപ്പാലം വരയ്ക്ക് എക്സ്റ്റെൻഡ് ചെയ്തുകൂടാ? അപ്പൊ സുരേഷിന് ഇല്ല ചേട്ടാ, നമുക്കത് തൃശ്ശൂർ വരയ്ക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അങ്ങനെ ഹി ഹാസ് ഓൾറെഡി സെൻഡ് എ ലെറ്റർ. ഇത് നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ്? ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെയാണ് ആ വികസനം കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോലും ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ആർ ദ തിങ്സ് യു ക്യാൻ പ്രോമിസ് ടു ദ പബ്ലിക്. പക്ഷെ അതിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വേണം. പബ്ലിക്കിന്റെ വെൽഫെയറിന് വേണ്ടി നമ്മൾ ചെയ്യുന്നു. അല്ലാതെ എനിക്കെന്ത് കിട്ടും? സർ, ഈ പേഴ്സണൽ ലൈക്കിങ്സ് നമുക്കെല്ലാവർക്കും നമ്മുടെ ഭാര്യ, മോള്, പേരക്കുട്ടികള്, മരുവൻ ഇവരൊക്കെ ഇഷ്ടമായിരിക്കും. പക്ഷെ നമ്മളൊരു പൊതു പ്രവർത്തനാവുന്ന സമയത്ത് ഈ ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെക്കണം സർ. ഇതുപോലൊരു ഇഷ്ടം കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യ പലയിടത്തും മുട്ടുകുത്തേണ്ടി വന്നൊരു അവസരം. അതെന്താണെന്നറിയോ? ഞാൻ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് കാശ്മീരിന്റെ മിലിറ്റൻസിയിൽ, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അവിടെ മൗലാന മുഫ്തി മുഹമ്മദ് സയ്യിദ് അന്നത്തെ ഹോം മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ മോളെ കിഡ്നാപ്പ് ചെയ്ത് മിലിറ്റൻസിനെ നമ്മൾ കോർണർ ചെയ്ത സമയത്ത് അദ്ദേഹത്തിന്റെ അവിടുന്ന് ഓർഡർ വന്നു,
ഇന്റർവെൻഷൻ, മിലിറ്ററി കമാൻഡോ ഇന്റർവെൻഷൻ പാടില്ല. കാരണം എന്തെങ്കിലും വച്ചാൽ ഒരു ഫയറിങ് അങ്ങോട്ടോ തെറ്റി എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ. അതല്ല സർ, ഒരു പൊതുപ്രവർത്തനം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒന്ന് വിശ്വസിക്കണം, ഈ മരണം എന്നുള്ളത് നമ്മുടെ കയ്യിലല്ല. അത് നമുക്കെല്ലാം വിധിച്ചിട്ടുള്ള സമയത്ത് നമുക്ക് വന്നിരിക്കും. ആ സമയത്ത് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടല്ലായിരുന്നു ഞാൻ സംസാരിക്കേണ്ടത്. നോർത്തി മുമ്പ് അങ്ങനെ എന്ത് പറ്റി? ആ കിഡ്നാപ്പ് ചെയ്തിട്ടുള്ള 4 പേരും പോയി, കൂട്ടത്തിൽ അവർ പറഞ്ഞ 4 പേരെയും വിട്ടയച്ചു. ആ 4 പേരാണ് സർ പിന്നീട് കാന്താർ ഹൈജാക്ക് ചെയ്തത്. അത് കഴിഞ്ഞ് അതിന്റെ പിന്നെ നമ്മുടെ പാർലമെന്റ് ഹൗസിന്റെ അറ്റാക്കിന്റെ ആളുകളെ പിടിച്ച് അവരെ വിടിപ്പിച്ചു. സോ കണ്ടിന്യൂസ് എന്തായി, രാജ്യം ഇങ്ങനെ മുട്ടുമടക്കിക്കൊണ്ടിരുന്നു. കാരണം എന്താണ്? ഒരു മിനിസ്റ്റർ തന്റെ മകളോട് കാണിച്ചിട്ടുള്ളൊരു സ്നേഹം. ആ മകൾക്ക് ആയുസ്സുണ്ടായിരുന്നെങ്കിൽ മകള് ജീവിക്കും സർ. ഇന്നും അവർ ജീവിച്ചിരിപ്പുണ്ട്. ആ കമാൻഡോ റെയ്ഡിനകത്ത് ഒന്നും സംഭവിക്കില്ലായിരുന്നു. ആ മകളെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുമായിരുന്നു. പക്ഷെ അവിടെ അതിൽ നിന്ന് വന്ന നഷ്ടം രാജ്യത്തിനാണ്. അതിന് സർ രാജ്യസ്നേഹമാണ് സർ. എൻ്റെ മോനോ മോളോ പോയാലും ശരി, എൻ്റെ രാജ്യത്തിന്റെ അഭിമാനത്തെ ഞാൻ വിലയ്ക്ക് കൊടുക്കില്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അങ്ങനെയുള്ള ഫീലിങ്ങിനെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവുള്ളത്. അത് മനസ്സിലാവണം. താങ്കൾ കാണിച്ചത് ശരിയായില്ല. അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അതുപോലെ പല കാര്യങ്ങളും ഇപ്പോൾ നഴ്സുമാരുടെ സമരം തുടങ്ങി. ആശാവർക്കർമാർ റോട്ടിൽ കിടന്ന് നിരങ്ങി. ഒരു 100 രൂപ കൂട്ടിക്കൊടുക്കാൻ വേണ്ടി താങ്കളുടെ മനസ്സലിഞ്ഞില്ല. പലർക്കും ഇപ്പം പോകുന്ന സമയത്ത് പല സെക്ഷനിലും ശമ്പളം കൂട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കൂട്ട് കിട്ടുമെന്നുള്ള ധാരണയിൽ ഉണ്ടാവില്ല സർ. കാരണം അവരും മനസ്സിലാക്കി നിങ്ങളുടെ ഭരണം എന്തായിരുന്നു എന്നുള്ളതും അതിനുള്ളതായിട്ടുള്ളത് കിട്ടാനില്ല. നിങ്ങൾ തിരിച്ചു വരികയാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. ഐ ഗോട്ട് നോ ഹാസൽസ്. ബട്ട് ഐ വാസ് നോട്ട് ഹാപ്പി അബൌട്ട് യു ഹാവ് ഡൺ ലോട്ട് ഓഫ് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് പേഴ്സണലൈസ്ഡായിട്ടുള്ള പല കാര്യങ്ങളും മറ്റേനെ സൂപ്പർസീഡ് ചെയ്തു. അപ്പം അങ്ങനെ സൂപ്പർസീഡ് ചെയ്യുന്ന സമയത്ത് യു ആസ് എ ലീഡർ യു ലോസ്റ്റ് ദ ചാം ഓഫ് ഇറ്റ്. അത് തന്നെയാണല്ലോ നിങ്ങളുടെ എല്ലാം പാർട്ടിയിൽ ഇപ്പോൾ കാണുന്നുണ്ട്. ഈ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ അതിനൊരു വിലയുണ്ട് സർ. ഇതിനു മുന്നേ ഉണ്ടായിരുന്ന മേയർ പോലും രാഷ്ട്രപതിയുടെ കാർക്കേഡിനകത്തോട്ട് സ്വന്തം ഇന്നോവ ഇടിച്ച് കയറ്റി അതിനകത്തൂടെ പോയിട്ടുള്ള ഒരു വിവരമില്ലാത്തതെന്ന് തന്നെ പറയാം. ഒരു മേയറെ നമ്മൾ കണ്ടതാണ് സർ. അവിടെ എന്നെപ്പോലുള്ള ബോഡി ഗാർഡ്സോ പ്രൊട്ടക്ഷൻകാരൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള പെർമിഷൻ ഉണ്ട്. നിങ്ങൾ എന്ത് ബോർഡ് വെച്ച് വന്നു കഴിഞ്ഞാലും ശരി, ഈ സെക്യൂരിറ്റി നോംസിനകത്ത് ബ്രേക്ക് ചെയ്തുകൊണ്ട് അകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ വെടിവെക്കാനുള്ള ഉത്തരവുണ്ട്. പക്ഷെ അവർ വെടിവെച്ചില്ല. മേയർ എന്നുള്ളതിന് മുകളിൽ ഒരു സ്ത്രീയാണ് അവിടെ ഇരിക്കുന്നതെന്ന് കണ്ടുകൊണ്ട് അവർ കുറച്ച് സാത്വികത്വം പാലിച്ചു. പക്ഷെ അതില്ലായിരുന്നെങ്കിൽ അതിന്റെ പേരിൽ കേരളത്തിൽ എന്തെല്ലാം കോലാഹലങ്ങൾ ഉണ്ടാവുമായിരുന്നു. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, എന്നെ വിളിക്കാത്തടത്ത് ഞാൻ പോകരുത്, എന്നിട്ട് അതിനെക്കുറിച്ച് ഞാൻ കംപ്ലൈന്റും പറയാൻ പാടില്ല. പക്ഷെ ഇതിപ്പോ എന്താണ്, എന്നെ വിളിച്ചില്ലേ എന്നിട്ട് അപ്പുറത്ത് റോഡ് നമ്മുടെ നാട്ടിലെ വേലി പൊളിക്കുന്ന പോലെ ഉദ്ഘാടനം ചെയ്തതിന്റെ മുകളിൽ പിന്നെയും പോയിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു. എന്തിനാണ് സർ ഈ പ്രശ്നങ്ങളൊക്കെ? അത് നിങ്ങളുടെ ഗവൺമെന്റിന്റെ അടുത്ത് എനിക്ക് ഇങ്ങനെയാണ് ചോദിക്കാൻ പറ്റുള്ളൂ. അല്ല നേരിട്ട് കാണുന്ന സമയത്ത് ചോദിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മൾ അങ്ങനൊരു മൈൻഡ് സെറ്റിലായിരിക്കില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും മാറേണ്ട സമയമായിരിക്കുന്നു. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു ഗവൺമെന്റ് വരേണ്ട സമയമായിരിക്കുന്നു. അതിനകത്ത് ആ ഗവൺമെന്റിലോട്ട് വരാനുള്ള ഫുൾ പ്രയത്നം ഞാനും ചെയ്യും. കാരണം ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിസ്വാർത്ഥമായിട്ട് സെൽഫിഷ് അല്ലാത്ത ലീഡേഴ്സ് ഇനി വരണം ഭരണകൂടത്തിലോട്ട്. അവർ വന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു കേരളത്തിനെ കെട്ടിപ്പടുക്കാൻ സാധിക്കുള്ളൂ. ഇവിടെ നിങ്ങളൊക്കെ പറയുന്നുണ്ട് ഞങ്ങളൊക്കെ ഭരിച്ചുകൊണ്ടാണ് ഇവിടെ ഹിന്ദു മുസ്ലിം ഐക്യത നിലനിന്ന് പോകുന്നെന്ന്. അല്ല സർ, നിങ്ങളൊന്നും ആവശ്യമില്ല. പാളയത്തെ ഇമാമുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ഭാഷണം ഞാൻ കേട്ടതാണ്. ഭാഷ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൊടുക്കുന്ന ഉത്തരവായിരുന്നത് ട്രിവാൻഡ്രത്തെ മുസ്ലിംസിന്, മക്കളെ ആറ്റുകാൽ പൊങ്കാല വരികയാണ്, നിങ്ങളുടെ വീടിന്റെ ഗേറ്റും വാതിലുകളും തുറന്നു വെച്ചിരിക്കണം, പള്ളികളുടെയും അവർക്ക് എന്ത് സഹായം വേണമെങ്കിലും കൊടുക്കണം. അതൊരു മുസ്ലിം ഇമാമിന്റെ ആഹ്വാനമായിരുന്നു. അത് നിങ്ങളാരും പറഞ്ഞിട്ടുള്ള മതസൗഹാർദ്ദമല്ല സർ. അത് ഞങ്ങള് കേരളത്തുകാർക്കും ഉണ്ട്. അത് ഹിന്ദുവിനും മുസ്ലിമിനും എല്ലാവർക്കും ഉണ്ട്. തിരുനാവായ മഹോത്സവം അവിടെ നടന്ന സമയത്ത് നിങ്ങളെല്ലാം പറഞ്ഞില്ല അവിടെ മലപ്പുറമാണ്, ഇവിടെ വയലൻസ് ഉണ്ടാവുമെന്ന്. ഇല്ല സർ, അവിടെ നടന്നെന്താണ് ഞാൻ പോയി കണ്ടതാണ്. അവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾ അവരുടെ വീടിന്റെ ഗേറ്റ് അങ്ങ് തുറന്നിട്ടു. കാരണം അമ്പലത്തിൽ പോകുന്ന വഴിയിൽ മുഴുവൻ ഇവരുടെ വീടുകളായിരുന്നു. അവരെല്ലാം തുറന്നിട്ടുകൊണ്ട് ചിരിച്ചുകൊണ്ടാണ് വരും കാർ ഇവിടെ പാർക്ക് ചെയ്തോളി.
നിങ്ങൾക്ക് എന്താ വേണ്ട ചെയ്തോറും, വെള്ളം കുടിക്കണം പറഞ്ഞാൽ അത് കാണുമ്പോഴാണ് സാർ നിങ്ങളൊന്നല്ല ഇവിടുത്തെ മതസൗഹാർദ്ദം ഉണ്ടാക്കുന്നത്. ഇത് ഞങ്ങൾ ജനങ്ങളാണ്. ആ ജനങ്ങളുടെ മതസൗഹാർദ്ദത്തിന് നിങ്ങൾ വെറുതെ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുന്നത് തന്നെ, അതങ്ങനെ ഉണ്ടാക്കാതിരുന്നത് തന്നെ വലിയ സന്തോഷമായിരുന്നു. അപ്പം ഇന്നും നിങ്ങൾ പറയേണ്ട സാർ ഞങ്ങളുടെ മതസൗഹാർദ്ദത്തിന് നിങ്ങൾ നന്നായിട്ട് ഭരിച്ചാൽ മതി. പക്ഷെ ഇവിടെ ഒരാളെ ഇലക്ട് ചെയ്തിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അപ്പുറത്തങ്ങ് പോയി കഴിഞ്ഞാൽ അതിനുശേഷം പിന്നീട് നിങ്ങളുടെ ധാർഷ്ട്യം കാണണമെന്നുള്ളൊരു ഗതികേട് വരുന്നത് വളരെ നിസ്സഹായമായിട്ടുള്ളൊരു അവസ്ഥയാണ് വെച്ചാൽ. ജനങ്ങൾ പ്രതികരിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഗവൺമെന്റിന്റെ ആ ഒരു അപ്രോച്ച്, പോലീസിനെ വെച്ചുകൊണ്ട് അടി ഇടി കുത്ത് ഇതെല്ലാം, അതൊക്കെ നല്ലൊരു ഗവൺമെന്റ് വന്നാൽ ഇങ്ങനെയൊന്നല്ല സർ ഭരിക്കുക. സാധാരണക്കാരനായ ഒരു മനുഷ്യനെ അവന് പ്രതികരിക്കാനുള്ള അവകാശമുണ്ട്, കരിങ്കൊടി കാണിക്കാനുള്ള അവകാശമുണ്ട്. ഈ കരിങ്കൊടി കണ്ടാൽ എന്താണ് അത്രയും വലിയ ഇറിറ്റേഷൻ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് കാണിക്കാനുള്ള അവകാശം ജനാധിപത്യമാണ്. അതിനപ്പത്തേക്കും ബ്ലോക്ക് ചെയ്യുന്നു, കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കാനിക്കുന്നു, ഛർദ്ദിക്കാൻ വരുന്നു, ഇതെല്ലാം നിങ്ങൾ കാണിക്കുന്ന പ്രവൃത്തിയുടെ റിയാക്ഷൻസ് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ പ്രസ്ഥാനം വളരുക. എന്താണെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കി, ഞാൻ ഇങ്ങനെ തന്നെയാണ്, എനിക്ക് തോന്നുന്നത് ഞാൻ പറയും. പ്രസ്ഥാനം പോകും സർ, നല്ലൊരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസം. പക്ഷെ നിങ്ങളായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന പല സംഭവങ്ങളും, വികസനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇറിറ്റേഷനാണ്. കമ്പ്യൂട്ടർ ആയാലും ശരി, ട്രാക്ടർ വന്നപ്പോഴാണെങ്കിലും ശരി, കർഷകർക്കുള്ള എന്ത് വന്നു കഴിഞ്ഞാലും നിങ്ങൾ ഇതിനൊക്കെ എതിർത്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് കേരളം ഓടുന്നത് അതുകൊണ്ടാണ് സർ. വയലിൽ പണിയെടുക്കാൻ പണിക്കാരില്ല. ആ മെഷീൻ കൊണ്ടാണ് ഉഴുതു മാറ്റുന്നതും അതിനുശേഷം ഞാറിടുന്നതും ഞാറ് പാവുന്നതും ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കൊയ്ത്തും അത് കഴിഞ്ഞ് വൈക്കോൽ കൊണ്ടുപോയി കെട്ടിക്കൊണ്ട് പോകുന്ന മെഷീനാണെന്ന്. ഇത് പണ്ടേ വന്നിരുന്നെങ്കിൽ ഇവിടുത്തെ നമ്മുടെ പിള്ളേരെ പഠിപ്പിച്ച് നല്ല ലെവലിൽ എത്തിക്കാമായിരുന്നു. ഇന്ന് പക്ഷെ നിങ്ങൾ ആ പാവപ്പെട്ടവരെ അതുപോലെ തന്നെ വിട്ടു. അവരെ വളരാൻ സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങളെപ്പോഴും ഇന്നും പണക്കാരായി കോടീശ്വരന്മാരായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു അവസാനം വരണം. ഇത്രയും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാനം ഉണ്ടാവില്ല. കാരണം ഇനി കുറേ പറയാനുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ എന്താ വെച്ചാൽ ഇലക്ഷൻ വരുന്നതുകൊണ്ട് പറഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പം അത് വേണ്ട. എൻ്റെ മനസ്സിനകത്തൊക്കെ ഉണ്ട്. ഇപ്പം ചിലവന്മാർക്ക് തുടങ്ങിയിട്ടുണ്ട്, ചില ഓൺലൈൻ ചാനലുകാർ ഇരുന്നുകൊണ്ട് മേജർ രവി എന്തുണ്ടാക്കും BJP യിൽ വന്ന്. എനിക്കതെല്ലാം കേൾക്കുമ്പോൾ ഇഷ്ടമാണ്. കാരണം എന്താ പറയുക, നമ്മൾ ആരൊക്കെയോ എവിടേക്കോ ജനങ്ങൾ ബഹുമാനിക്കുന്നു എന്നുള്ളൊരു പേടി അവർക്കുണ്ട്. അതെന്താണെന്നറിയാം, നമ്മുടെ ആത്മാർത്ഥം കൊണ്ടാണ്. അത് നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. ജനങ്ങൾക്കറിയാം. ഞാൻ സ്നേഹിക്കുന്ന ജനങ്ങളും ഞാൻ സർവീസ് ചെയ്തിരുന്ന ജനങ്ങളും ഇവർക്കൊക്കെ അറിയാം. പക്ഷെ ഞാനിതിൻ്റെ പബ്ലിസിറ്റി ഒന്നും ചെയ്യാറില്ല. എനിവേ, ഇനിയെങ്കിലും പ്രൈം മിനിസ്റ്റർ വരുന്ന സമയത്ത് വിളിച്ചാൽ സാർ മരുവന് പോകണമെങ്കിൽ ആദ്യമേ ഒരു ലെറ്റർ അങ്ങ് അയച്ചു കൊടുത്തേക്ക്, അവരുടെ നിന്ന് പെർമിഷൻ കിട്ടും. സോ താങ്ക് യു സോ മച്ച്. ഇങ്ങനെയുള്ള ചാബല്യങ്ങളിൽ നിന്നൊക്കെ മാറി ബി മെച്യൂർഡ്. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ് യു ഓൾ.